ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലണ്ടൻ പരിപാടി ഏറ്റവും പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ILRമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ടെൻഷനിലാണ് ഇപ്പോൾ UK മലയാളി പ്രവാസികളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അതായത് 5 വർഷം കഴിഞ്ഞാൽ UK സ്ഥിരതാമസം ലഭിക്കുന്ന ILR എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ 10 വർഷം അല്ലെങ്കിൽ ഏണ്ട് സെറ്റിൽമെൻറ്റ് എന്ന രീതിയിലോട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ്. അപ്പോൾ ഈ ഹോം സെക്രട്ടറിയുടെ ഈ ഒരു കടും പിടുത്തത്തിനെതിരെ അനവധി പരാതികളാണ് ഗവൺമെൻറ്റിനെതിരെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ റിഫോം പാർട്ടിയുടെ ഭാഗത്തു നിന്നും മാത്രമല്ല ജനങ്ങളെല്ലാം MP-മാരൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഷബാന മുഹമ്മദ് എന്തുകൊണ്ടാണ് ഇത്രയും കടുംപിടുത്തം തുടരുന്നത് എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കടുംപിടുത്തത്തെ തുടർന്ന് കെയർ സ്റ്റാമർക്ക് UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമർ രാജിവെക്കുക കൂടി ചെയ്തു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അദ്ദേഹത്തിന് ജനസമ്മതി കുറയുകയും വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം കുറയ്ക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അദ്ദേഹത്തിന് മേൽ വരികയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷബാന മുഹമ്മദിന് ഒരു കടുംപിടുത്തം ഈ ഒരു ILR 10 വർഷമാക്കും അല്ലെങ്കിൽ ഏണ്ട് സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ 10+ ഇയേഴ്സിലോട്ട് ചേഞ്ച് ചെയ്യും എന്ന രീതിയിലുള്ള കടുംപിടുത്തം UK-യിലുള്ള ജനങ്ങളുടെ അരക്ഷിതാവസ്ഥ ഇതെല്ലാം ചേർന്ന് ഉള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഷബാന മുഹമ്മദ് 10 വർഷത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്, അതിനെതിരെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. നേരെ വീഡിയോട്ട് എടുക്കാം. ഇപ്പോൾ UK-യിൽ ഇപ്പോൾ ആശ്വാസ വാർത്തകൾ കേൾക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കെയർ സ്റ്റാമർ രാജിവെച്ചു. അപ്പോൾ കെയർ സ്റ്റാമർ രാജിവെച്ചതോടെ UK രാഷ്ട്രീയത്തിൽ ഒരു ചലനമുണ്ടായി. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ILR-ലെ നിയമങ്ങൾ 5-10 വർഷമാക്കുക എന്നുള്ളതിലേക്ക് പിന്നോട്ട് ഒരു മാറ്റം, അതായത് പിന്തിരിയും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ UK-യുടെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദ് ഈ ഒരു കടുംപിടുത്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ILR ഏണ്ട് സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കും എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UK രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും അതിനെതിരെ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെ ഒരു സമിതി തന്നെ ഇതിൻ്റെ ചോദ്യം ചെയ്തു. പല ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എന്നിട്ടും അതിനെല്ലാം ഉത്തരമില്ലെങ്കിൽ കൂടി ഷബാന മുഹമ്മദ് ILR കിട്ടണമെങ്കിൽ 10 വർഷമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കെയർ സ്റ്റാമർക്ക് പകരം UK-യിൽ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പോകാൻ സാധ്യത കൽപ്പിക്കുന്നത് മാഞ്ചസ്റ്റർ MP ആയിട്ടുള്ള ആൻഡി ബെനാമിനെയാണ്. അദ്ദേഹവും ഈ ഒരു ILR 10 വർഷമാക്കുക എന്ന ഏണ്ട് സെറ്റിൽമെൻറ്റ് പദ്ധതിക്ക് എതിരെയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ പൊതുവെയുള്ളൊരു പദമുണ്ട്, എന്താണ്, നമ്മളൊരു ഫുട്ബോൾ, ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെയൊക്കെ സമയമാണല്ലോ, ഫുട്ബോൾ കളി തുടങ്ങി പകുതിയാകുമ്പോഴത്തേക്കും നമ്മളെ റഫറി നമ്മൾ ഗോൾ പോസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന ഒരു കൺസെപ്റ്റാണ് എല്ലാവരും ILR-നെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം UK-യിൽ 5 വർഷം കഴിഞ്ഞാൽ ILR ലഭിക്കും എന്ന ഒരു ഉദ്ദേശത്തോടെയൊക്കെ UK-യിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇടുത്തി പോലെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമമാറ്റം ഉണ്ടാകുന്നത്. അത് അനീതിയാണ് എന്ന രീതിയിൽ പല കോണുകളിൽ നിന്ന് വിമർശനമുണ്ട്. എങ്കിൽ കൂടി ഷബാന മുഹമ്മദ് കുലുങ്ങുന്നില്ല എന്നുള്ള UK-യിലെ മലയാളി കമ്മ്യൂണിറ്റിയെ പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണിത്. അതായത് നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം എല്ലാവരും പറയുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ബാധിക്കുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ല, നിലവിൽ UK-യിലുള്ള ആൾക്കാരെ കൂടി ബാധിക്കുന്ന രീതിയിലാണ് ഷബാന മുഹമ്മദ് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ UK-യിൽ 5 വർഷം തികച്ച് ILR എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവരെ കൂടി ഇത് ബാധിക്കും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ക്ലാരിറ്റി ഇല്ല. എങ്കിൽ കൂടി നമ്മളെല്ലാം ശ്രദ്ധിച്ച് ഇരിക്കേണ്ടതുണ്ട്. ലേബർ പാർട്ടിയുടെ തന്നെ ഭൂരിഭാഗം MP-മാരും അതേപോലെ തന്നെ പാർലമെൻറ്റ് ഹൗസ് ഓഫ് ലോർഡ്സും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ടും ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ഇത് കടുംപിടുത്തത്തിൽ തന്നെ തുടരുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് കൺസെഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോൾ വിസ എടുത്തു എന്നതിലല്ല, നിങ്ങൾ ILR-നെ എപ്പോൾ അപേക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് ഷബാന മുഹമ്മദ് പറയുന്നത്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകടം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ UK-യിൽ 5 വർഷമായി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ILR-ൻ്റെ എക്സാം ഉണ്ട്, അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ILR അപേക്ഷിക്കാം. ILR-ൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിന് ചെറിയ ഫീസേ ഉള്ളൂ. പക്ഷേ ILR അപേക്ഷിക്കണമെങ്കിൽ കുറച്ചധികം ക്യാഷ് ചിലവാക്കേണ്ടതുണ്ട്. പല ആൾക്കാരും തൽക്കാലം ആ ഒരു എക്സാം പാസ്സായ ശേഷം അതിനൊരു പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിലോ മെല്ലെ എടുത്താൽ മതിയാവും. അപ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ലാത്തവരൊക്കെ പതുക്കെ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങളും ഈ 5 വർഷ കാലാവധി അല്ല, ഈ ഒരു 10 വർഷ കാലാവധിക്കുള്ളിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോൾ വിസ എടുത്തു, നിങ്ങൾ കാലാവധി ഇത്ര വർഷമായി എന്നുള്ളതല്ല, നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നിയമം, ആ സമയത്ത് നിയമം എന്താണ്, അത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഡിപ്പെൻഡൻറ്റ് വിസക്കാർക്ക് തിരിച്ചടി കിട്ടുന്നുള്ളവരോ ഭയങ്കര ഒരു കാര്യം തന്നെ. കാരണം ഇപ്പോൾ പങ്കാളിക്ക് ഇപ്പോൾ നഴ്സാണെങ്കിൽ 5 വർഷം എന്ന് പറയുകയാണെങ്കിൽ കൂടെ സ്വാഭാവികമായിട്ടും വിസ ലഭിക്കുന്ന രീതിയിലായിരുന്നു, ILR ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ നിയമപ്രകാരം ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ആൾക്കാരെയും ബാധിക്കും. അവർക്ക് സ്വന്തമായി
അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വിസ, അതിനനുസരിച്ചിട്ടുള്ള കാലാവധി. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർ മിക്കവാറും നഴ്സുമാരോ മറ്റൊന്നും ആയിരിക്കില്ലല്ലോ. ഇപ്പോൾ നഴ്സുമാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ വിസയില്ലാത്ത ജോബുകളോ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അസിസ്റ്റൻ്റ് ആയിട്ടോ ഏതെങ്കിലും ഒരു ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും 10 വർഷം കഴിഞ്ഞാലേ അവർക്ക് ILR ലഭിക്കുകയുള്ളൂ. ILR ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ പുതിയ നിയമപ്രകാരം. അപ്പോൾ മുൻപുള്ള നിയമം അവരെവിടെ വർക്ക് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നില്ലേ എന്നുള്ളത് നോക്കില്ലായിരുന്നു, അവർക്കും ILR ലഭിക്കുമായിരുന്നു. പുതിയ നിയമപ്രകാരം അവർക്ക് ILR ലഭിക്കണമെങ്കിലും ഒരു ക്രൈറ്റീരിയ ഒക്കെ പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ അത് അവരെയും ബാധിക്കും. എന്നാൽ മാതാപിതാക്കളൊപ്പമുള്ള കുട്ടികൾക്ക് ILR ലഭിക്കാൻ അത് ബാധകമല്ലായിരുന്നു. കാരണം കുട്ടികൾക്ക് എന്തായാലും ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി മെയിൻ വിസ ഹോൾഡറുടെ കൂടെ തന്നെ ILR ലഭിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അവരുടെ സ്പൗസിന്, പാർട്ട്ണർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഒട്ടേറെ മലയാളികളാണ് ബുദ്ധിമുട്ട് വേണ്ടി പോകുന്നത്. 2026 അവസാനത്തോടെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ILR വല്ലതും എടുത്തു വെക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എവിടെയാണ് പ്രതീക്ഷയുള്ളത്? ഈ ഒരു കടുത്ത നിയമത്തിനെതിരെ UK ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ വിഭിന്ന അഭിപ്രായമാണുള്ളത്. കേരള രാജിവെക്കാൻ ഇടയായതും ഇതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം തന്നെയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പുതിയ PM ആവാൻ വേണ്ടി പോകുന്ന ആൻഡി ബെന്നാവും ഈ ഒരു അഭിപ്രായത്തിന് എതിരാണ്. അതൊക്കെ നമുക്ക് പ്രതീക്ഷയാണ്. ആൻഡി ബെന്നാം പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. UK എമിഗ്രേഷൻ മിനിസ്റ്റർ അടക്കം പല MP-മാരും ഈ ഒരു റൂളിന് എതിരാണ് എന്നാണ് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വസ്തുത. നിയമം പാർലമെന്റിൽ പാസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുപാട് ക്യാമ്പയിൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാർലമെന്റ് ഡിബേറ്റ്, പെറ്റീഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പങ്കെടുത്ത് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിൽ കൂടുതൽ MP-മാർ ഒപ്പിട്ടാൽ മാത്രമേ ചർച്ച പോലും നടത്തുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ മണ്ഡലത്തിലെ MP-ക്ക് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്നും നിങ്ങളുടെ മണ്ഡലത്തിലെ MP-ക്ക് കത്തയച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കുക. ആ കത്തിൽ നിങ്ങൾ വിശദമായി തന്നെ ഈ ഒരു 10 വർഷം നിയമം നിലവിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെയും നിങ്ങളുടെ കുടുംബത്തെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന, നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും അതിൽ ഉൾപ്പെടുത്തുക. ഇത്ര രൂപ വെച്ച് മന്ത്ലി ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ, അപ്പോൾ ഞങ്ങൾക്ക് ഇത് അർഹതപ്പെട്ടതാണ് എന്ന രീതിയിൽ നിങ്ങളുടെ അർഹത അറിയിക്കുന്ന രീതിയിൽ വ്യക്തമായി കത്തിൽ അത് പ്രതിപാദിക്കും. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെടുക. UK എല്ലാവരോടും ഈ ഒരു ക്യാമ്പയിനിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് പറയും. എല്ലാ സന്തോഷ വാർത്തകൾ മാത്രം കേട്ടാൽ പോരല്ലോ, ഇത്തരം വിഷമകരമായിട്ടുള്ള വാർത്തകളും മറ്റുള്ളവരോട് എത്തിക്കുക. കാരണം UK തുടർന്ന് ജീവിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ പ്രതിഷേധിക്കാൻ പറ്റിയ അവസരങ്ങൾ ഇപ്പോൾ ജൂലൈ 16 മുൻപ് തന്നെ, പാർലമെന്റ് പിരിയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രതിഷേധം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. സെപ്റ്റംബറിൽ നമ്മൾ ഈ പാർലമെന്റ് വീണ്ടും ആരംഭിക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന വിഷയം തീർച്ചയായിട്ടും ഇതായിരിക്കണം. അപ്പോൾ ഒരുമിച്ച് പോരാടുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ UK ഓരോ മലയാളി പ്രവാസിയും ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ നെഞ്ചിലോട്ട് ഹോം ഓഫീസ് അടയ്ക്കുന്ന അവസാനത്തെ ആണിയാവാതിരിക്കട്ടെ ഈ ഒരു 10 വർഷത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.